AK വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഇതാണ് ചിപ്പി, അല്ലെങ്കിൽ മുരുകിറച്ചി എന്ന് പറയും, ഇംഗ്ലീഷിൽ പറഞ്ഞ ഓയിസ്റ്റർ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അഴീക്കലാണ്. അപ്പം അഴീക്ക വന്നാൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഞാൻ ഈ എത്രയോ വർഷങ്ങളായിട്ട് ഇതൊന്ന് കാണണം, ഇതൊന്ന് തുറന്ന് ഇതിനകത്തിരിക്കുന്നതൊക്കെ കാണണം. ഞാൻ കക്കായിറച്ചി കഴിച്ചിട്ടുണ്ട്, കക്കായിറച്ചി കൊണ്ടുവന്ന് പുഴുങ്ങുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ അടുത്ത് രാജൻ ചേട്ടനുണ്ട്. രാജൻ ചേട്ടൻ്റെ ഈ ഒരു ഷെഡിൽ വെച്ചാണ് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഈ കിടക്കുന്ന എല്ലാം ഇതിൻ്റെ കക്കായാണ്, വലിയ കക്കായ. ഇത് പിന്നെ കുമ്മായമായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ രാജൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ കണ്ടു വള്ളത്തിൽ ഇങ്ങനെ വരുന്നത്. എപ്പോഴായിരുന്നു പോയത്? ഇന്ന് പോയത് രാവിലെ 6 മണിക്ക് പോയി. അപ്പൊ ഇന്നത്തേക്കുള്ളത് ഇന്നത്തേക്കുള്ള കുറച്ച് സാധനം നമ്മൾ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വരും, അത് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാനും കൂടെ വന്ന് കുറച്ച് വാരിയാലോ? പിന്നെന്താ, തീർച്ചയായിട്ടും വരാമല്ലോ, ആർക്കും ചെയ്യാമല്ലോ, ആർക്കും. അല്ല, വള്ളത്തിൽ വന്നിട്ട് ഒത്തിരി താഴ്ചയിലോട്ട് പോണോ? ചില സ്ഥലത്ത് നമുക്ക് കുറെ വെള്ളം കാണും, ചിലപ്പോ നമ്മളൊരു 5 അടി വെള്ളം ഉള്ള സ്ഥലങ്ങൾ കാണും. ഇത് എവിടെയാ കിടക്കുന്നതെന്നൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് നമ്മളിങ്ങനെ നമുക്ക് ആ ഒരു ഏരിയയിൽ സാധനം ഉണ്ടെന്ന് നമ്മളിങ്ങനെ ഇത് പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയോ അല്ല നമ്മൾ കഴുക്കോല് വെച്ചൊക്കെ നോക്കുമ്പോൾ കഴുക്കോല് വെച്ച് കുത്തി നോക്കുമ്പോൾ നമുക്കിത് മണ്ണാണോ അതോ കല്ലാണോ ചിപ്പിയാണോ എന്നൊക്കെ അറിയാൻ പറ്റും. ചിപ്പിയെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണമെന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സിങ്? ഇതെങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്നത്? നമ്മൾ ഇത് സാധനം എടുത്തുകൊണ്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ അവരെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ആണ് നമ്മുടെ ആൾക്കാർ വരുന്നത്. ഇപ്പം വന്നു കഴിയുമ്പോൾ അവരുടെ നമ്മൾ ഇപ്പൊ ഇന്ന് വിളിക്കുന്ന ആളിന് നാളെയോ അല്ലെ നമ്മുടെ സൗകര്യം അനുസരിച്ച് കൊടുക്കാമെന്ന് പറയുന്നത്, അവർ വന്ന് ഇത് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങനെയാണ് നമ്മളിതിപ്പം കൂടുതലും നമ്മുടെ ആൾക്കാർക്കുള്ള ആവശ്യത്തിനല്ല, നമ്മൾ ബിസിനസ്സുകാർക്കായിട്ട് കൂടുതൽ കൊടുക്കുന്നില്ല. നമ്മൾ വീട്ടുകാർക്കാണ് നമുക്ക് കൊടുക്കുന്നതിനോടാണ് താല്പര്യം കൂടുതൽ. അങ്ങനെ നമ്മൾ വന്ന് വിളിച്ച് നമ്മുടെ തൊള്ള സാധനങ്ങൾ വരുന്നവർക്ക് അത് കളക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിപ്പി ഒന്ന് പിന്നെ ഇതിനകത്തുനിന്ന് എടുക്കുന്ന ആ പ്രോസസ്സിങ് ഒക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാമോ? ഇത് നമ്മളിപ്പോൾ കായലിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിതിപ്പം നമ്മൾ കത്തി വെച്ചിട്ടാണ് ഇത് കുത്തി ഇളക്കുക ചെയ്യുന്നത്. ഇളക്കി കഴിഞ്ഞാൽ ഇത് നമ്മളൊരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ടാണ് ഇത് വരുന്ന ഈ ആവശ്യക്കാർക്ക് സാധനം കൊടുക്കുന്നത്. നമ്മളിത് 2 ഷെല്ലിനകത്തു നിന്നാണ് ഇത് ഇളക്കി എടുക്കുന്നത്. അപ്പോൾ ഇളക്കുമ്പോഴത്തേക്ക് ഇത് ചിലപ്പോൾ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ ഈ ഷെല്ലിൻ്റെതായ അംശങ്ങളുണ്ടെങ്കിൽ നമ്മളത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടായാൽ പോലും ആക്കിയേ ഇത് ഉപയോഗിക്കാവുള്ളൂ. എന്ന് വെച്ചാൽ ഗുണത്തിലേറെ ദോഷമാണ് ഈ ഷെല്ല് ആ മാംസത്തിൽ ഇരുന്ന് കഴിഞ്ഞാലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രത്തോളം വൃത്തിയാക്കി ആ ഷെല്ല് മാത്രമേ അതിനകത്ത് കളയാനുള്ളൂ, അല്ലാതെ ഒരു സാധനവും ഈ ചിപ്പി ഇറച്ചിയിൽ നിന്ന് നമുക്ക് വേസ്റ്റായിട്ടുള്ള സാധനം ഒന്നുമില്ല. ഈ ചിപ്പി എങ്ങനെ പാചകം ചെയ്യുന്നത്? ഇത് കറി വെക്കുവാണോ ഫ്രൈ ചെയ്യുവാണോ? സാധാരണ നമുക്ക് ചിപ്പി ഇറച്ചി നമ്മളതൊന്ന് ഫ്രൈ ചെയ്യുക അല്ലെ അച്ചാറിടുക, അതിനാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് നമ്മൾ പാചകം ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ നല്ല രീതിയിൽ ഇത് വൃത്തിയാക്കിയാണ് കൊടുക്കുന്നതെങ്കിൽ പോലും കൊണ്ടുപോകുന്നവർ വീണ്ടും നല്ല രീതിയിൽ ഇതിനകത്ത് ഷെല്ലിൻ്റെതായ എന്തെങ്കിലും അതിൻ്റെ അംശങ്ങളുണ്ടോ എന്ന് നോക്കി മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുവന്ന് വീണ്ടും ഒരു 3-4 വെള്ളത്തിൽ കഴിയതിന് ശേഷം ഇതിനകത്ത് ഷെല്ല് കട്ട് ചെയ്തതിന് ശേഷം ഇത് എല്ലാ പീസും, നമ്മളിപ്പോൾ 1 കിലോ സാധനം മേടിച്ചു കഴിഞ്ഞാൽ 10 പീസ് ഉണ്ടെങ്കിൽ അത് 9 പീസും വൃത്തിയാക്കിയിട്ട് കഥയില്ല, ഈ 10 പീസും വൃത്തിയാക്കണം. ഒരു പീസിനകത്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ മൊത്തത്തിൽ അത് ബാധിക്കും, അതിൻ്റെ ചീള്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൊത്തം വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിത് ഒരു അരിപ്പക്കൊട്ടയിലിട്ടെടുത്ത് വെച്ചതിന് ശേഷം നമ്മളിതിൻ്റെ ഈ ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 1 കിലോയ്ക്ക് ഒരു തക്കാളി, 2 സവാള, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം കൂടെ നമ്മൾ വരട്ടുന്നതിനകത്തോട്ട് ഈ അരിപ്പക്കൊട്ടയിലിരിക്കുന്ന ഇറച്ചി തട്ടിയിട്ടതിന് ശേഷം നമ്മളിതൊരു പാല് പോലും ഇങ്ങനെ പൊന്തി വരുമ്പോഴത്തേക്ക് നമ്മളിതിന് ഇറച്ചിയുടേതായ വേവില്ല, കുക്കറിൽ അടിക്കാൻ പാടില്ല. അപ്പോൾ അത് ഇങ്ങനെ തീ കുറഞ്ഞു വരുന്ന സമയത്ത് ഇതിനകത്ത് മസാലകൾ ചേർക്കുക. എന്ന് വെച്ചാൽ കുരുമുളക്, മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഉപയോഗിക്കത്തില്ല, മഞ്ഞപ്പൊടി, ഉപ്പ്,
ഇതെല്ലാം വിതറിയതിന് ശേഷം നമ്മൾ ഇത് ഇറക്കിയെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ നല്ല ടേസ്റ്റ് അടിക്കും. കുരുമുളക് എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ഇതിന് ടേസ്റ്റ് കൂടത്തതേ ഉള്ളൂ. അപ്പൊ ചിപ്പിയെ കുറിച്ച് എല്ലാം നല്ല വിശദമായിട്ട് പറഞ്ഞു തന്നു, ഒത്തിരി നന്ദി. പിന്നെ ഈ ചിപ്പിക്ക് ഔഷധ ഗുണം ഉണ്ടെന്ന് പറയുന്നത് ടീച്ചർ, ഇത് പിന്നെ ഇത് ഏറ്റവും കൂടുതൽ കാൽസ്യം ഉള്ളൊരു സാധനമാണ്. പിന്നെ ഇതിപ്പോ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇത് പച്ചയ്ക്ക് ഈ സാധനം എടുത്ത് തോടോടുകൂടി എടുത്തിട്ട് അതിനകത്ത് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് ഇത് നമ്മുടെ സ്പോട്ടിൽ നിന്ന് തന്നെ ഒരുപാട് പേര് ഇത് കഴിക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, അത് വിഴുങ്ങുന്നു. അപ്പൊ അങ്ങനെ ഔഷധം ഇതുള്ളൊരു ഇത് കാൽസ്യമാണ്. മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാ? മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ വില എത്ര? ഇതിപ്പോ നിലവിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് 250 രൂപയാണ്. 250 ഒരു കിലോയ്ക്ക് 250 രൂപ. ഇത് ഈ മാംസമാണ് കൊടുക്കുന്നത്, അല്ല നമ്മൾ ഷെല്ലോട് കൂടിയല്ല. അങ്ങനെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇത് ഷെല്ലോട് കൂടിയാണോ ഈ വില എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല, നമ്മൾ ഇതിന്റെ മീറ്റായിട്ടാണ് 250 രൂപയ്ക്ക് ഇപ്പൊ നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ നല്ല ഓർഡർ ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് നല്ല മാർക്കറ്റാണ് ഇതിന്. ഒരുപാട് ആൾക്കാർ നമുക്ക് ഇവിടെ പലരും ഇപ്പൊ ഒരു 3 വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ദൂര സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ ആൾക്കാർ വളരെ കൗതുകത്തോടു കൂടിയാണ് ഈ സാധനത്തിന് വേണ്ടി വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ വിളിക്കുമ്പോൾ ഇത് എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ദൂരമായതുകൊണ്ട്. അപ്പൊ രാജൻചേട്ടന്റെ നമ്പർ നമ്മുടെ വീഡിയോയില് ഇത് നമുക്ക് നമ്മുടെ നമ്പർ 98 46 58 26 72. എനിക്കുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ടീച്ചറിനുള്ള സാധനം നമ്മൾ ഇന്ന് കൊണ്ടുപോകും. അത്യാവശ്യം ടീച്ചർ അത്രയും ദൂരത്തിൽ നിന്ന് വന്നതല്ലേ. അപ്പൊ വിശദമായിട്ട് ഈ ചിപ്പിയെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്നെ രാജന് ഒത്തിരി നന്ദിയുണ്ട്. ശരി, താങ്ക് യു. അപ്പം മനോഹരമായിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.